ഹിന 38 ബാച്ച് ഹൗസ് സർജനാണ്. എനിക്ക് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഭഗവത്ഗീതയെ ബേസ് ചെയ്തിട്ടാണ് ചോദിക്കാനുള്ളത്. ഒരവസരമേ ഉള്ളൂ എന്നുള്ളതിനെ കൊണ്ട് രണ്ടും ചോദിക്കാതിരിക്കാൻ വയ്യ. ഒന്ന് പറയാനുള്ളത് ഭഗവത്ഗീതയിലെ ചാപ്റ്റർ 11 വിശ്വരൂപ ദർശന യോഗത്തെക്കുറിച്ചാണ്. അത് വായിച്ചാൽ എനിക്ക് മനസ്സിലായിരുന്നത് പടച്ചതമ്പുരാൻ താൻ എങ്ങനെയാണ് എന്ന് അർജുനന് കാണിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ഭാഗമായിട്ട്, ദൈവത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അതിനെ ഉൾക്കൊണ്ട് നിൽക്കുന്ന, അതും ആകുന്ന ഒരു ദൈവം എന്നൊരു സങ്കല്പം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഹിന്ദു തൂണിലും തുരുമ്പിലും ദൈവമുണ്ട്, എന്നിലും ദൈവമുണ്ട്, മിന്നിലും ദൈവമുണ്ട്, അങ്ങനത്തെ ഒരു വിശ്വാസം കൊണ്ടു നടക്കുന്നുവെങ്കിൽ അതിലെന്താണ് തെറ്റ്? അപ്പോൾ ഇതെല്ലാം കടത്തിക്കൂട്ടലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ കൺഫ്യൂഷനെ ഒരു ഹിന്ദു ഡൈജസ്റ്റ് ചെയ്യുക എന്ന് മനസ്സിലാവുന്നില്ല. സഹായിക്കണം. രണ്ട് ചോദ്യങ്ങളാണ് സഹോദരി ഗീതയുടെ അടിസ്ഥാനത്തിൽ ചോദിച്ചിട്ടുള്ളത്. ഒന്നാമതായി ഗീതയുടെ 11-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ദിവ്യ ദർശനത്തെക്കുറിച്ചും അതേപോലെ തന്നെ 6-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പുനർജന്മത്തെക്കുറിച്ചും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. Hope I'm audible to even the last row of the students in the audience. Is that right? Can you hear me there at the back of the benches? Well, let me introduce myself first. I'm Dr. Meena. I'm a first-year postgraduate student in the Department of Radio Diagnosis at Calicut Medical College. Today, I'm a married woman. I have a child who is 1.5 years of age. I hail from the city of Calicut. I was born in a Hindu Brahmin family, Tamil Brahmin family to be more specific. Initially, I went to Central School, Calicut. I received an excellent education and schooling from there. Just like all of you people, I cleared the entrance, reached Calicut Medical College as an MBBS student. It was during my years when I did my MBBS course that I started thinking as to why men were living on earth. അവരുടേത് എൻ്റെത് എന്നുള്ള കമ്പാർട്ട്മെന്റലൈസേഷൻ കൊഴിഞ്ഞു വീഴും. മനുഷ്യർ, ദൈവം, ഒരുപാട് ഗ്രന്ഥങ്ങൾ, അതിലെ അവസാനത്തെ ഗ്രന്ഥം കറക്റ്റായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് വരികയാണ്. ആ കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ വേദനയല്ല. ഈ പറഞ്ഞു തന്ന ആളടുത്തും മാർഗം കാണിച്ചു തന്ന ദൈവത്തോടും നമുക്ക് നന്ദിയാണ് തോന്നുക. നമുക്ക് രക്ഷ കിട്ടിയതിന്റെ സന്തോഷമാണ് തോന്നുക. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, പിന്നെ എന്നിൽ നിന്ന് വേറിട്ടൊരു ദൈവം, എന്നെക്കാൾ ശക്തിയുള്ള, എല്ലാം അറിയുന്ന, എല്ലാറ്റിനും കഴിയുന്ന ഒരു ദൈവമുണ്ട്. അവനോട് പ്രാർത്ഥിക്കാൻ കഴിയും. എൻ്റെ ജീവിതത്തിൽ അവന് ലക്ഷ്യം തന്നിട്ടുണ്ട് എന്നറിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ടോക്കിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടി എന്ന് ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ തോന്നുവാണെങ്കിൽ പ്ലീസ് പ്രേ ഫോർ മീ, മൈ ഫാമിലി, മൈ ഫാദർ ആൻഡ് മൈ മദർ ആൻഡ് അവിശ്വാസികളുടെ ഒരു ഹോൾ കൂട്ടമുണ്ട് എൻ്റെ പിന്നിൽ. അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അവർ ജീവനോടുള്ളപ്പോഴേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അവിശ്വാസികളായി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടി നമുക്ക് കഴിയില്ല. കേരളത്തിലെ ഹൈന്ദവ മതങ്ങളിലുള്ള കുറവുകൾ, അതിലുള്ള